മലപാർവതി സിദ്ദിഖ് രാജിവെച്ചു. രഞ്ജിത്തിൻ്റെ രാജിക്ക് വേണ്ടി മുറവിളി ഉയരുന്നു. ഈ സാഹചര്യത്തിൽ മലപാർവതി ഒരു അഭിനേത്രി എന്ന നിലയിൽ താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? ഇന്നലെ അതിനിശ്ചിതമായ വാക്കുകളിലാണ് ആ യുവനടി നമ്മോട് പ്രതികരിച്ചത്. അതെ. അത് പിന്നെ ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് സാർ ഇപ്പോ എന്താ ഒരു വലിയൊരു ഒരു വേവാണ് കേരളത്തിലുണ്ടായിരിക്കുന്നത്. എന്നുവെച്ചാൽ ലോകത്ത് ഒരിക്കലും ഒരു സിനിമാ മേഖല ഒരു ഗ്ലാമർ ഇൻഡസ്ട്രിയാണ്. സ്ത്രീകളെല്ലാവരും വരുന്നത് ഒരു എന്താ പറയാ ഒരു ശരീരമാണ് ഞങ്ങളുടെ ഉപകരണം അല്ലേ? അപ്പൊ അഭിനയിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കൺവെൻഷനിൽ നിന്ന് വ്യത്യാസമായിട്ട് സിനിമയിൽ വന്ന് അഭിനയിക്കുന്ന സ്ത്രീകൾ എല്ലാവരും കുഴപ്പക്കാരാണെന്നൊരു വലിയ പൊതുബോധം വർഷങ്ങളായിട്ട് നിലനിന്നിട്ടുണ്ട്. ആ അതൊരു കലയാണെന്നും ഒരു ക്രാഫ്റ്റ് ആണെന്നും ഒരു ആർട്ടാണെന്നും ഞങ്ങളുടെ എക്സ്പ്രഷൻ ആണെന്നും സിനിമയിലെ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഈ പറയുന്ന മറ്റൊരു പ്രൊഫഷന് പകരം വെക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത്, കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ലെന്നും ഉള്ള ഒരു ഞങ്ങൾ കുറെ കാലം കൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ അതിനെ ഒരു പൊതുസമൂഹം അംഗീകരിച്ചിരുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ നടിയെ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പഠനം വേണം എന്ന് പറയുന്നതിന് വലിയ വിപ്ലവകരമായ ഒരു മാറ്റമാണ്. കാരണം സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഒരു പഠനം നടത്തത്തില്ല. അങ്ങനെ നടത്തിയതിന് ശേഷം മാധ്യമങ്ങൾ ഏറ്റെടുത്ത WCC ഏറ്റെടുത്ത ഒരു പുതിയ ഒരു ഫ്രീഡം മൂവ്മെന്റ്, ഞാൻ അങ്ങനെയാ വിശ്വസിക്കുന്നത് അതിനെ. ഒരു ഫ്രീഡം മൂവ്മെന്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ നമുക്ക് എല്ലാവർക്കും ഞാൻ പറയാം, ഒരു അടിമത്ത മനോഭാവം ഉണ്ട്. നമുക്ക് ജോലി വേണം, നമുക്ക് ജീവിക്കണം, നമ്മൾ എന്ത് ചെയ്യും, വലിയ ആൾക്കാർക്കെതിരെ സംസാരിച്ചാൽ നമ്മൾ എന്താവും, നമുക്ക് പറ്റുമോ? അപ്പൊ അങ്ങനെ ഒരു നമ്മൾ ഈ എക്സോഡസ് എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ ഈ പിറമിഡിൽ ജോലി ചെയ്തിരുന്ന പാവം അടിമകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ വന്ന മോസസും അതിനുശേഷമുള്ള ആ യാത്രയുമാണ് എനിക്ക് ഇതിനോട് ഉപമിക്കാൻ തോന്നുന്നത്. ഈ WCCയിലെ പെൺകുട്ടികളും മാധ്യമങ്ങളും ചെയ്ത് വലിയ ശക്തിയാണ് ഈ ഒരു സാധാരണ മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് പറയാം, നിങ്ങൾക്ക് നീതി ലഭിക്കും. ഇനി നിങ്ങളെ സ്ലട്ട് ഷെയിം ചെയ്യാൻ, നിങ്ങളുടെ സ്വകാര്യ താല്പര്യങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും നിങ്ങളുടെ കാര്യത്തിനും വേണ്ടിയിട്ടല്ല നിങ്ങൾ പോയി കിടന്നത്. ഇതിനകത്ത് കുറ്റകൃത്യങ്ങളും അങ്ങനെ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, കുറ്റകൃത്യങ്ങളും നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ ഒരു പൊതുസമൂഹം തയ്യാറാവുന്നു എന്ന് പൊതുസമൂഹത്തിന്റെ പൊതുബോധം മാറ്റിയെടുത്ത വലിയൊരു കാര്യമാണ് നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കുള്ള അങ്ങേയറ്റം നിങ്ങളെ ശ്ലാഘനീയമായ ഈ പ്രവൃത്തി ഞാൻ ഹൃദയം കൊണ്ട് അനുമോദിക്കുകയാണ് സർ. മലപാർവതി, ഒരു കാര്യം കൂടി. ഇന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഒരുപാട് അഭിനേത്രികൾ അവരുടെ അസ്വസ്ഥതകളും അവരുടെ പ്രതിഷേധങ്ങളും ഒക്കെ തുറന്നു പറയുന്ന ഒരു സമയമാണിപ്പോൾ. ഇത് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് കുറേ അധികം കാലമായി ഇത്തരം പ്രതിഷേധങ്ങളും ഇത്തരം അനുഭവങ്ങളും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നൽകുന്ന ആത്മവിശ്വാസം ഒരു ഊർജ്ജമായി എടുത്തുകൊണ്ട് ഇത്രയും പൊള്ളുന്ന അനുഭവങ്ങൾ പുറത്തു പറയാൻ നടികൾ തയ്യാറാകുന്നു. ഇതിനെക്കുറിച്ച് ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന റിപ്പോർട്ട് വന്നതുകൊണ്ടല്ല സർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്ത് അത് ഒന്നും അല്ലാതായി പോയേനെ. അതിന്റെ പിന്നാലെ നിന്ന് മാധ്യമങ്ങൾ ഇതിനെ പുറത്തു കൊണ്ടുവരാനും അതിനുശേഷം പുറത്ത് സംസാരിക്കുന്ന സ്ത്രീകളോട് കൊടുത്ത ഒരു മാന്യതയുണ്ട്. അതിനെ എതിർത്തവർക്ക് നിങ്ങൾ കൊടുത്ത ഒരു കണ്ണുരുട്ടി കാണിക്കലുണ്ട് അവരോട്. അതാണ് മാറ്റം ഉണ്ടാക്കിയത് സർ. അത് ഇപ്പൊ ഞാൻ പറയട്ടെ, അമ്മ എന്ന് പറയുന്ന സംഘടനയില് ഹേമ കമ്മിറ്റിയിൽ സംസാരിച്ച ഏക വ്യക്തി ഞാനാണ്. അവിടെ ആർക്കും അഭിപ്രായം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. മലപാർവതി, യഥാർത്ഥത്തിൽ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പല കാര്യങ്ങളും ചിലരൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പ്രോപ്പറായിട്ടുള്ള അന്വേഷണം നടന്നു എന്നൊക്കെ അവർ സംശയം രേഖപ്പെടുന്നുണ്ട്. അപ്പോൾ കാരണം അത്ര നിശ്ചിതമായ വാക്കുകളിലാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിൽ മലപാർവതിയുടെ ഒരു അഭിപ്രായം? കാരണം ഞാൻ അതിനകത്ത് ഒരു അഭിപ്രായം പറഞ്ഞ സ്ത്രീയാണ്. അവർ ഓരോന്നിനും തെളിവ് ചോദിച്ചിരുന്നു സാർ. ഇപ്പം നമ്മളിങ്ങനെ ചുമ്മാ എന്തിനും ഓരോന്ന് പറയുമ്പോൾ അങ്ങനെ ചുമ്മാ അല്ല, അതിനൊക്കെ അവര് അതിനെവിഡൻസ് ഉണ്ടാ അതെന്നായിരുന്നു ഇതെന്നായിരുന്നു ചോദിച്ചാണ് അവർ എഴുതിയേക്കുന്നത്. നമുക്ക് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ വ്യാഖ്യാനങ്ങളിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണോ താങ്കളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം അതാണ്. കാരണം അത് മത്സ്യകുമാരി വേണോ ഉണ്ടായിരുന്നു അതിനകത്ത്. അതെ, KB വത്സലകുമാരിയും അതിൽ അംഗമായിരുന്നു, നടി ശാരദയും അംഗമായിരുന്നു. അപ്പോൾ മലപാർവതി, ഒരു കാര്യം കൂടി, കൂടുതൽ പെൺകുട്ടികളെ ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ മുന്നോട്ട് വരുന്നൊരു സാഹചര്യമുള്ള സമയത്ത് ഇത് ഒരു ആത്മവിശ്വാസത്തോടെ അവർ മുന്നോട്ട് വരണം എന്നാണ് താങ്കൾ പറയുന്നത്. അതേസമയം ഇത്രയും ഗ്ലാമർ ഇൻഡസ്ട്രിയിൽ അവസരങ്ങൾ നഷ്ടമാക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്
അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും താങ്കൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? സർ, പൊതുസമൂഹമല്ലേ സർ എല്ലാം തീരുമാനിക്കുന്നത്. പൊതുസമൂഹം എവിടെ നിൽക്കുന്നോ അവിടെയാണ് കാര്യങ്ങൾ. പൊതുസമൂഹത്തിന് യഥാർത്ഥത്തിൽ കാര്യങ്ങളെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയമേ ഇല്ല. നമുക്ക് അവസരം ഇല്ലെങ്കിലും കുഴപ്പമില്ല. നാളെ ഒരു കാലം വളരെ നല്ലതായിട്ട് വരും. എല്ലാ കാര്യങ്ങളും മാറും. ഈ സിനിമയിൽ മാറ്റം വന്നാൽ സംഭവിക്കുന്ന കാര്യം ഒരു മേഖലയിലല്ല, കേരളത്തിലെ സമസ്ത മേഖലകളിലെയും സ്ത്രീകൾ വന്ന് സത്യമായിട്ട് പറയാൻ തുടങ്ങും. ഞങ്ങള് സമാഗതി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റിന്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ പ്രശ്നങ്ങൾ എത്രയോ പേരാണ് PhD എടുക്കുന്ന പെൺകുട്ടികൾ ഗൈഡുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എത്രമാത്രം ദുരനുഭവങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ട് സമാഗതി റിപ്പോർട്ട് അനങ്ങിയിട്ടില്ലല്ലോ. ഞാൻ ആ റിപ്പോർട്ടിന്റെ ഭാഗമായിരുന്നു. മീനാക്ഷി മേഡം ആയിരുന്നു എന്റെ ഹെഡ്. അനങ്ങിയിട്ടില്ലല്ലോ, ആ റിപ്പോർട്ട് തൊട്ടിട്ടില്ലല്ലോ. അതിനകത്ത് എത്രമാത്രം ക്രൂരമായ പീഡനങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതിപ്പോ സിനിമ ആയതുകൊണ്ടല്ലേ ഈ റിപ്പോർട്ടൊക്കെ പൊങ്ങി വരുന്നത്, അല്ലേ? അപ്പൊ ഇനി ഇങ്ങനെ സിനിമയിൽ ഈ മാറ്റം വന്നു കഴിഞ്ഞാൽ സമസ്ത മേഖലകളിൽ ഇതൊരു ഫ്രീഡം മൂവ്മെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം അതാണ്. ഇപ്പൊ സജീവ് നന്ദിയാട്ടോ, അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുന്ന കേട്ടു, സിനിമയിൽ പോലും ഇല്ലാത്ത പെണ്ണുങ്ങളാണ് പോലും ഇതിലൊക്കെ വന്ന് അഭിപ്രായം പറഞ്ഞത്. അത് അത് അതായിരിക്കുമായിരുന്നു സത്യം. അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോദ്യങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടുള്ളത്. അപ്പൊ അവരിലെ ആൾക്കാർ പറയുന്നു ഇത് നിങ്ങൾ ഇനി അന്വേഷിക്കണ്ട, ഇതൊക്കെ വെറും കള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കേ എന്ന് പറഞ്ഞ് പോകുന്ന ഒരു സമൂഹം അങ്ങനെയല്ല ഇപ്പോ. അതിനെ അങ്ങനെ വിട്ടുകൊടുക്കുന്നില്ല. അത് എന്താ, അത് അതിന് എങ്ങനെ നന്ദി പറയണം എന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. താങ്ക് യു. മാലാ പാർവതിയാണ് നമ്മോട് പ്രതികരിച്ചത്.